ഇന്ന് ഞാൻ എൻ്റെ ഏറ്റവും അപകടകരമായ ആയുധം എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഏതായുധം? ഗുനാഹ് ചെയ്യിപ്പിക്കുന്നതല്ല. എൻ്റെ ഏറ്റവും വലിയ വിജയം ഒരു മനുഷ്യനെ ഗുനാഹ് ചെയ്യിക്കാതെയും ഞാൻ നശിപ്പിക്കും. എങ്ങനെ? അതെങ്ങനെയാണ് സാധിക്കുന്നത്? എഴുന്നേൽക്കാൻ ഇത്രയും തിരക്കൊന്നുമില്ല. ഇനിയും സമയം ധാരാളമുണ്ട്. ഇന്നൊന്ന് വിശ്രമിക്കൂ. നാളെ മുതൽ ഫജ്ർ നിസ്കാരം തുടങ്ങാം. അതാണ്, അത്രേ വേണ്ടൂ. ഇന്നൊന്ന് ഉറങ്ങിക്കോ. നാളെ മുതൽ ഒരു നിസ്കാരവും മുടക്കാതെ ചെയ്യാം. ഇത്ര എളുപ്പമായിരുന്നോ? ഖുർആൻ പിന്നെ ഓതാം. ഇപ്പോൾ കുറച്ച് ഫോൺ നോക്കിക്കോ. നന്മകൾക്ക് ഇനിയും സമയം ധാരാളമുണ്ട്. ഇന്ന് വേണ്ട, നാളെ മുതൽ എല്ലാം തുടങ്ങാം. അവൻ ഓരോ തവണയും നമ്മുടെ വാക്ക് തന്നെയാണല്ലോ കേൾക്കുന്നത്. നീ അവനെ ഗുനാഹിലേക്ക് പോലും വിളിച്ചില്ല. എന്നിട്ടും ഓരോ ദിവസവും അവൻ അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനെ നശിപ്പിക്കാൻ എല്ലാ സമയത്തും ഗുനാഹ് ചെയ്യിക്കേണ്ടതില്ല. അവനെ ഓരോ നന്മയും നാളെ ചെയ്യാമെന്ന് വിശ്വസിപ്പിച്ചാൽ മതി. അപ്പോ നിന്റെ ഏറ്റവും വലിയ ആയുധം ഗുനാഹല്ലേ? അല്ല, എന്റെ ഏറ്റവും വലിയ ആയുധം നാളെ ചെയ്യാം എന്നൊരു ചിന്തയാണ്. കാരണം പലരുടെയും നാളെ ഒരിക്കലും വരാറില്ല. എന്താ, അവൻ ചിന്തിക്കാൻ തുടങ്ങിയോ? അതെ, ഒരു മനുഷ്യൻ തന്റെ സമയം എത്ര വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും തകരാൻ തുടങ്ങും. ജീവിതത്തിൽ നമുക്ക് ഉറപ്പുള്ളത് ഈ നിമിഷം മാത്രമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആരും അറിയുന്നില്ല. ഒരു നിസ്കാരം, ഒരു തൗബ, ഒരു ഖുർആൻ പാരായണം, ഒരു നല്ല പ്രവൃത്തി ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കരുത്. അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഏറ്റവും നല്ല സമയം അത് ഇന്ന് തന്നെയാണ്. കാരണം ചിലരുടെ നാളെ ഒരിക്കലും പുലരാറില്ല.